സമകാലികം. പാണ്ഡവർക്കായി മയൻ നിർമ്മിച്ച കൊട്ടാരത്തിൽ കൗരവർക്ക് പറ്റുന്ന അമളികൾ മുതൽ ആധുനിക മജീഷ്യന്മാരുടെ കൈയടക്കത്തിലൂടെ വരെ എത്രയോ വട്ടം കൺകെട്ടെന്ന വിദ്യ ആസ്വദിച്ചിരിക്കുന്നു നാം. വിസ്മയകരവും രസകരവുമായ ഈ വിദ്യ വെറുമൊരു കലാസ്വാദനം എന്നതിലുപരി അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശാസ്ത്രചിന്ത വളർത്തുവാനും നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കപ്പെട്ടു. കബളിപ്പിക്കലിന്റെ കലയായ മാജിക്കിൽ കാണികളെ രസിപ്പിക്കുവാൻ മായാജാലക്കാർ ഉപയോഗിക്കുന്ന കൺകെട്ട് വിദ്യ ഇന്ന് ചിലരുടെ കൈകളിൽ വലിയ തട്ടിപ്പായി വളരുന്നു. കുട്ടികളിൽ മൂന്നാം കണ്ണ് തുറന്ന് അതീന്ദ്രിയ ജ്ഞാനം നേടാമെന്ന് വിശ്വസിപ്പിക്കുന്ന മിഡ് ബ്രെയിൻ സ്റ്റിമുലേഷൻ കോഴ്സ് സംസ്ഥാനത്ത് വ്യാപകമാകുന്നു. മാജിക്കിൽ കൺകെട്ട് എന്ന പേരിൽ പരിശീലിപ്പിക്കുന്ന തന്ത്രങ്ങൾ അതേ രീതിയിൽ അഭ്യസിപ്പിച്ച് അമാനുഷികമെന്ന് വിശ്വസിപ്പിച്ചാണ് ചില സ്ഥാപനങ്ങൾ രക്ഷാകർത്താക്കളെയും കുട്ടികളെയും വഞ്ചിക്കുന്നത്. ഒരു തലമുറയെ ആകെ കബളിപ്പിച്ച് രക്ഷിതാക്കളുടെ പോക്കറ്റ് കാലിയാക്കുന്ന മിഡ് ബ്രെയിൻ സ്റ്റിമുലേഷൻ കോഴ്സ് സംസ്ഥാന സ്കൂൾ കരിക്കുലത്തിന്റെ ഭാഗമാക്കുവാൻ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശിച്ചുവെന്ന ആക്ഷേപവും ശക്തമായുണ്ട്. അധികാര കേന്ദ്രങ്ങളുടെ ഒത്താശയോടെ സംസ്ഥാനത്ത് അരങ്ങേറുന്ന തട്ടിപ്പുകളുടെ ഏറ്റവും പുതിയ അവതാരമായ മിഡ് ബ്രെയിൻ സ്റ്റിമുലേഷൻ തട്ടിപ്പിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ സമകാലികം. ഇത് മിഡ് ബ്രെയിൻ സ്റ്റിമുലേഷൻ ആണ്. കുട്ടിവയസ്സിന് ശേഷവും 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഇത് ഏറ്റവും പ്രയോജനം എന്നുള്ള അവരുടെ പരസ്യം, അവരുടെ ആ ഇതിലാണ് നമ്മൾ പോയത്. കൊല്ലം സ്വദേശി ബഷീർ കുഞ്ഞ്. എന്റെ 2 കുട്ടികളെ ചേർക്കുകയുണ്ടായി. 2 കുട്ടികൾക്ക് കൂടി 45,000 രൂപ. പേജുകൾ സ്പീഡിൽ മറിക്കുമ്പോൾ അത് ഇത്രയും 1 മിനിറ്റോ 1.5 മിനിറ്റോ കൊണ്ട് ബൈഹാർട്ടാക്കുന്നു. കണ്ണ് കെട്ടി പുസ്തകങ്ങൾ വായിക്കുന്നു. അതുപോലുള്ള പല പ്രകടനങ്ങളുമാണ് അവര് വീഡിയോ ക്ലിപ്പിലൂടെ നമ്മളെ കാണിക്കുന്നത്. അതിപ്പോ നമുക്ക് അത് ഈ മിഡ് ബ്രെയിൻ സ്റ്റിമുലേഷന് ശേഷം ഈ കുട്ടികൾക്കെല്ലാം ഇത് കഴിയുമെന്നാണ് അവർ പ്രചരിക്കുന്നത്. പക്ഷെ 7-8 ആഴ്ചകളില് പോയിട്ടും നമുക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല. ഇന്ന് മാത്രമല്ല, ഉള്ള കപ്പാസിറ്റി പോയോ എന്ന് എനിക്കൊരു സംശയം തോന്നിയത് കൊണ്ട് ഞാനത് പൈസ പോകട്ടെ, പരിപാടി ഇനി വേണ്ടാന്ന് വിചാരിച്ച് അവിടെ ഡ്രോപ്പ് ചെയ്തു. മിഡ് ബ്രെയിൻ സ്റ്റിമുലേഷൻ അസൽ കൺകെട്ടാണെന്ന് എഴുത്തുകാരനും രക്ഷാകർത്താവുമായ സുബിൻ കെ തോട്ടത്തിൽ. പേരൻസിനെയൊക്കെ ഇങ്ങനെ വിളിച്ചു കൂട്ടും. അത് കഴിഞ്ഞിട്ട് ഒരു വലിയൊരു പ്രഭാഷണം നടത്തും. ഏറ്റവും അവസാനം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെയൊക്കെ മിഡ് ബ്രെയിൻ ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ അവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. അതിനുള്ള എളുപ്പ വഴി ഞങ്ങളുടെ കയ്യിലുണ്ട്. പലരും പറയുന്നത് ഈ 2 ദിവസം കൊണ്ട് നിങ്ങളുടെ കുട്ടികളെ അങ്ങ് ജീനിയസ് ആക്കി മാറ്റി കളയുന്ന മിഡ് ബ്രെയിൻ ആക്റ്റീവ് ആയെന്നുള്ളതിന് തെളിവാണ്. കണ്ണടച്ചിട്ട് പുസ്തകം വായിക്കാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് സാധിക്കുന്നതോ ബാക്കി സെൻസസ് ഹൈപ്പർ ആക്റ്റീവ് ആക്കുന്നതോ. ഇങ്ങനെ കുട്ടികളുടെ കുറച്ച് ഡെമോൺസ്ട്രേഷൻ ഉണ്ടാവും. കുട്ടികളുടെ കണ്ണ് കെട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ റൂബിക് ക്യൂബ് ചെയ്യുന്നു, അങ്ങനെ പലതും ചെയ്യും. നമ്മുടെ മൂക്ക് ഇച്ചിരി ഉയർന്നതായതുകൊണ്ട് അവിടെ നമുക്ക് പൂർണ്ണമായിട്ട് ഒരാളെ കണ്ണ് കെട്ടാൻ വലിയ പാടാണ്. അപ്പൊ അതിനിടയ്ക്കൂടെ എങ്ങനെ കാണാൻ പറ്റും? കണ്ണ് കെട്ടിയിട്ട് കാണുന്ന ഒരു ടെക്നോളജിയും ഒരു സാധ്യതയും ഇന്ന് വരെ ലോകത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ട്. ആളുകൾ നോക്കേണ്ടത് അവരുടെ കുട്ടിക്ക് ഇങ്ങനെ കണ്ണ് കെട്ടി കാണാമെന്നുണ്ടെങ്കിൽ അത് നോബൽ സമ്മാനം കിട്ടേണ്ട ഒരു ഇൻവെൻഷനാണ്. അപ്പൊ അത് വെറുതെ ഒളിച്ചു വെക്കേണ്ടതല്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടി ഒരു വലിയ നുണയ്ക്ക് പാത്രമാക്കിയിരിക്കുകയാണ്. ഈ മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ എന്നുള്ളത് ശുദ്ധ തട്ടിപ്പാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ കഴിയുന്ന രീതിയിൽ ഇതിന് അവബോധം ഉണ്ടാക്കാനായിട്ട് യൂട്യൂബിൽ അതിന്റെ ചില വീഡിയോകൾ, അതായത് ഞാൻ ചില സെന്ററുകളിൽ പോയിട്ട് അവിടെയുള്ള കുട്ടികളെ ടെസ്റ്റ് ചെയ്യുന്നതും കുട്ടികൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ എന്റെ മോളെ കൊണ്ട് ചെയ്യിക്കുന്നതും അതുപോലെ ഞാൻ ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള യൂട്യൂബിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ അവർക്ക് നമ്മളൊരു മാസികയ്ക്കകത്തൊരു 5 പേജോളം വരുന്ന വിശദമായിട്ടുള്ള ആർട്ടിക്കിൾ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. മാജിക് എന്ന കലയെ ഇവിടെ ദുരുപയോഗം ചെയ്യുകയാണെന്ന് ശാസ്ത്രപ്രചാരകനും മജീഷ്യനുമായ അനിൽ പറക്കാട്ട്. തുണി കൊണ്ട് കണ്ണ് മറച്ചുകൊണ്ട് മാജിക്കുകാർ ചെയ്യുന്ന പോലെ തന്നെ തല ഉയർത്തിക്കൊണ്ട് കണ്ണിൻ അടിയിൽ കൂടെ നോക്കാൻ പരിശീലിച്ചുകൊണ്ടാണ് ഈ സാധനങ്ങൾ വായിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെ വായിക്കാൻ പറ്റുമ്പോൾ കുട്ടി കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു കുട്ടികളോട് പറയുന്നത് തന്നെ അത് ഉൾക്കാഴ്ചയാണ്, നിങ്ങൾ നേരിട്ട് കാണുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ കുട്ടി അവിടെ തെറ്റിദ്ധരിക്കുകയാണ്. പിന്നെ കുട്ടിക്ക് തന്നെ സ്വയം തോന്നുന്നതാണ് എനിക്ക് എന്തൊക്കെയോ കഴിവുകൾ സിദ്ധിക്കുകയാണെന്നുള്ളതാണ് തോന്നുന്നത്. കളവ് പറയാൻ തന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് കുട്ടിയെ നമ്മൾ ചെയ്യുന്നത്. ഇത് ആ പുസ്തകം നമ്മുടെ കാഴ്ചയിൽ നിന്ന് പുറകു വശത്ത് പിടിച്ചാൽ വായിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇരുട്ടത്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വായിക്കാൻ പറ്റില്ല. അപ്പൊ അത് നമ്മളെ മാജിഷ്യന്മാർ ചെയ്യുന്ന കണ്ണ് കെട്ടിക്കൊണ്ട് ചെയ്യുന്ന ബൈക്ക് ഓടിക്കൽ അതുപോലെയുള്ള മറ്റുള്ള രീതികളൊക്കെ ചെയ്യുന്ന ഒരു ട്രിക്ക് തന്നെയാണ് ഇതും. നമ്മളൊരു നാടകം ആസ്വദിക്കുന്നു, ഡാൻസ് ആസ്വദിക്കുന്നു, പാട്ട് ആസ്വദിക്കുന്നത് പോലെ തന്നെ മാജിക്കിന്റെ ആസ്വാദനം എന്ന് പറയുന്നത് അത് നമ്മളിൽ ഉണ്ടാക്കുന്ന അമ്പരപ്പ് അല്ലെങ്കിൽ അത്ഭുതമാണ് അതിന്റെ ആസ്വാദനം എന്ന് പറയുന്നത്. അപ്പൊ അത് എത്രത്തോളം രഹസ്യമായി ഇരിക്കുന്നുവോ അപ്പൊ അത്ര തന്നെയാണ് മാജിക്കിന്റെ വിജയം എന്ന് പറയുന്നത്. അത് മാജിക് ആണ്, ഒരു കലയാണ് എന്നുള്ള രീതിയിൽ ജനകീയമാകുന്നത് നല്ല കാര്യമാണ്. പക്ഷെ അത് ഇതുപോലുള്ള അതീന്ദ്രിയ ജ്ഞാനം വഴിയാണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും അത് മുതലെടുക്കുകയും ചെയ്യുന്നത് സാമൂഹിക വിപത്തായിട്ട് തന്നെ മാറുകയാണ് ചെയ്യുന്നത്. വഞ്ചിക്കപ്പെടാനും ഇരകളാകാനും മലയാളികൾ നിന്ന് കൊടുക്കുന്നതാണ് വിനയാകുന്നത്. മാധ്യമപ്രവർത്തകനായ ജയൻ മേനോൻ. എത്രയൊക്കെ മലയാളികൾ പഠിച്ചാലും പിന്നെയും ഒരേ രീതിയിലുള്ള തട്ടിപ്പുകൾക്ക് മലയാളികൾ വിധേയരാകുന്നു എന്നുള്ളൊരു സത്യം
അത് എത്ര നമ്മൾ എഴുതിയാലും എത്ര നമ്മൾ പഠിപ്പിച്ചാലും ആരും പഠിക്കുന്ന ഒരു പാഠമായിട്ട് തോന്നുന്നില്ല. വിദ്യാഭ്യാസമുള്ളവർ ഒരിക്കലും ചെന്ന് വിടില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന തട്ടിപ്പുകൾക്ക് പോലും IAS-കാരും അവരുടെ മക്കളും ഉൾപ്പെടെയുള്ളവർ ചെന്ന് പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ മിഡ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന കോഴ്സിലൂടെ നടക്കുന്ന തട്ടിപ്പുകൾ. മാജിക് എന്ന കല ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഒരു തട്ടിപ്പാണ് ഈ നടക്കുന്നതെന്നുള്ള പരാതി നൽകിയത് മുതുകാട് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പരാതി നൽകിയിട്ടും ഈ സ്ഥാപനങ്ങൾ, ഇത്തരം സ്ഥാപനങ്ങൾ പിന്നെയും താഴ്ച വളരുന്നു. പിന്നെ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോ അവരുടെ കോഴ്സ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം വിദ്യാഭ്യാസ മന്ത്രിക്ക് കൊടുക്കുകയും അദ്ദേഹം അത് ഇവർക്കൊരു അവസരം നൽകി പരിഗണിച്ച് റിപ്പോർട്ട് നൽകാൻ പറഞ്ഞുകൊണ്ട് SCRT ഡയറക്ടർക്ക് കൊടുക്കുകയും ചെയ്ത സംഭവം അധികൃതർ കൂടി അറിയാമായിരുന്നിട്ടും അതിന് നേരെ കണ്ണടക്കുകയോ അല്ലെങ്കിൽ ഇതുവരെ അജ്ഞത ഇത്തരം സ്ഥാപനങ്ങൾക്ക് നേരെ നടിക്കുന്നത് കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് ഒരു അപകടം തന്നെ ക്ഷണിച്ചു വരുന്നതാണ്. SCERT ഡയറക്ടർ ഡോക്ടർ S. രവീന്ദ്രൻ നായർ. ആഭ ഇന്റർനാഷണൽ അക്കാദമി എന്ന സ്ഥാപനം ഒരു സമീക്ഷ മിഡ് ബ്രെയിൻ എംപവർമെന്റ് പ്രോഗ്രാം എന്ന ഒരു പരിപാടി പരിശോധിക്കണം എന്ന് പറഞ്ഞ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് നൽകിയിരുന്നു. അത് പരിശോധിക്കുന്നതിലേക്ക് വേണ്ടി SCRTക്ക് കൈമാറി. ഈ പ്രപ്പോസൽ പരിശോധിച്ച വിദ്യാഭ്യാസ വിദഗ്ധർ, മനഃശാസ്ത്രജ്ഞർ എന്നിവരുടെ എല്ലാവരുടെയും അഭിപ്രായം ഞങ്ങൾ എഴുതി വാങ്ങുകയും അതിനനുസരിച്ച് ഒരു റിപ്പോർട്ട് ഡ്രാഫ്റ്റ് രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. SCRT സംബന്ധിച്ചോളം പരിശോധനയ്ക്കായി ഒരു റിപ്പോർട്ട് തരികയാണെങ്കിൽ ഞങ്ങളത് പരിശോധിച്ച് ഉടനെ തന്നെ റിപ്പോർട്ട് മടക്കി അയക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ റിപ്പോർട്ട് സമീക്ഷ മിഡ് ബ്രെയിനെ ആരും സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. എന്തായിരുന്നാലും വളരെ ആഴത്തിൽ പഠിച്ചതിന് ശേഷമേ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ SCRT റെക്കമെൻഡ് ചെയ്യുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ അനുകൂലമല്ല എന്നും കൂടി അറിയിക്കുക. സ്വയം നിയന്ത്രണം നഷ്ടമായ മലയാളി സമൂഹത്തിന്റെ ദുരന്തമാണ് ആവർത്തിക്കപ്പെടുന്ന തട്ടിപ്പുകളെന്ന് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ LR മധുജൻ. നമ്മൾ മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തെ വളരെയേറെ ആഴത്തിൽ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ജീവിത സൗകര്യങ്ങൾ വർദ്ധിക്കാനുള്ള ഒരു പണം വളരെ വേഗത്തിൽ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു ആവശ്യകതയായി പലപ്പോഴും ബോധ്യപ്പെടുന്നു. അതിനു വേണ്ടിയിട്ട് ഒരു പരക്കം പാച്ചിൽ സ്വാഭാവികമായി സംഭവിക്കുന്നു. കുറച്ചുകൂടെ സൈക്കോളജിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസ് ഹിസ്റ്റീരിയ നമുക്ക് വരുന്നു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇത് അറിയാവുന്ന ആളുകൾക്ക് പൊതുജനത്തെ കബളിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അത് തന്നെയാണ് ഇപ്പൊ ഏറ്റവും ഒടുവിലുള്ള ഈ മിഡ് ബ്രെയിൻ തട്ടിപ്പിലും നമുക്ക് കാണാൻ കഴിയും. ശരിക്കും മാജിക്കിന്റെ ഒരു ബ്ലൈൻഡ് ഫോൾഡ് വെച്ചിട്ട് കോസ്മിക് എനർജിയെ ഉണർത്തിക്കൊണ്ട് എല്ലാം തിരിച്ചറിയാൻ കഴിയുമെന്ന് പറയുന്നു. സാമാന്യ ബുദ്ധി വെച്ച് ആലോചിക്കാൻ പോലും മലയാളി തയ്യാറാകാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഒരുതരം മാസ് ഹിസ്റ്റീരിയ നമ്മളെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏത് തരത്തിലുള്ള തട്ടിപ്പും എത്ര തവണ വേണമെങ്കിലും പരീക്ഷിച്ച് വിജയിക്കാവുന്ന വളക്കൂറുള്ള മണ്ണായി കേരളം. അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിക്കാത്ത മലയാളി സമൂഹത്തിന്റെ അവിവേകത്തെയും അത്യാർത്തിയെയും ചൂഷണം ചെയ്യുവാൻ വേറിട്ട മുഖവുമായി തട്ടിപ്പ് വീരന്മാർ വീണ്ടുമെത്തും. കാരണം എന്നെ ഒന്ന് കബളിപ്പിക്കൂ പ്ലീസ് എന്ന ബോർഡ് തൂക്കി കാത്തിരിക്കുകയല്ലേ നമ്മൾ. നിർവഹണം G. ഹിരൺ. ശബ്ദലേഖനം നിർവഹണ സഹായം B. അമ്പിളി. സമകാലികം.